ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിൻ്റെ വേദയുടെയും ശാന്തി മുഹൂർത്തം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മുത്തശ്ശി. അങ്ങനെ രണ്ടുപേരെയും മണിയറയിലേക്ക് ഒന്നിച്ച് കയറ്റി വിടുകയാണ് കേട്ടോ. വേദയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്, വിക്രത്തിനൊരു പണി കൊടുക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ട്. ആ വിശേഷങ്ങളാണെങ്കിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുത്തശ്ശി പറയാണ്, നിങ്ങൾ രണ്ടും വിവാഹം കഴിഞ്ഞവരല്ലേ, അതുകൊണ്ട് രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വരണമെന്ന് പറയാണ്. അങ്ങനെ വിരുന്ന് വരുന്ന കൂടെ സുധാകര നിനക്കും വരാൻ കേട്ടോ എന്ന് പറയാണ് മുത്തശ്ശി. സുധാകര മാഷ് പറയുന്നുണ്ട്, എന്തിനാമേ ഞങ്ങളെല്ലാവരും കൂടി ഇവർക്കും വിരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം മുത്തശ്ശി പറയാണ്, നിർത്തടാ, അവർക്കെന്താ വിരുന്നിൻ്റെ ആവശ്യമില്ലാത്തത്? രണ്ടുപേരുടെയും വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിട്ട് പോലും നീ എന്നെ ഒന്നും അറിയിച്ചില്ല. പിന്നെ അവർക്ക് ഞാൻ വിവാഹത്തിന് ശേഷമുള്ള വിരുന്ന് കൊടുക്കുന്നതും കൂടെ വേണ്ടെന്ന് വയ്ക്കാൻ നീ പറയുന്നോ? അപ്പോൾ പിന്നെ സുധാരമാഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ കമലയോട് പറയുന്നുണ്ട് മുത്തശ്ശി, കമലേ, നീയും നിൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും എല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്ക് വരണം, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാം, വിക്രത്തിനും വേദയ്ക്കും ഒരു വിരുന്ന് കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് മുത്തശ്ശിയുടെ നാട്ടിലേക്ക്, അതായത് സുധാകര മാഷിൻ്റെ തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ വിക്രത്തിനെയും വേദയും ചേർത്ത് നിർത്തുകയാണ് മുത്തശ്ശി. എന്നിട്ട് പറയുന്നുണ്ട് അകത്തുനിന്നുള്ളവരോട് ആരതി ഒഴിയാനായിട്ട് ആരതിയൊക്കെ കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ വേദയും വിക്രത്തിനെയും ചേർത്ത് നിർത്തുകയാണ്. വേദ ഭയങ്കര സന്തോഷത്തോടെ വിക്രത്തിനെ മുട്ടി ഉരുമി ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിക്രത്തിന് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. സുധാരൻ മാഷാണെങ്കിലും കമലമ്മയോട് പറയുന്നുണ്ട്, എന്താ ഇവർ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്ന് പറയുകയാണ്. അങ്ങനെ ആരതി ഒഴിഞ്ഞ് വിക്രത്തിനെയും വേദയും മുറിക്കകത്തേക്ക് കയറ്റുകയാണ് മുത്തശ്ശി. അതിനുശേഷം പറയാണ്, നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വരികയല്ലേ, അതിൻ്റെ സ്വീകരണങ്ങളൊക്കെ ഇവിടെ നടത്തണം, നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു വിരുന്ന് സദ്യയൊക്കെ ഞാൻ തരാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, താങ്ക് യു മുത്തശ്ശി എന്ന് പറയാണ്. വിക്രത്തിന് ഒട്ടും ഇഷ്ടപ്പെടാതെ വേദ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം സദ്യയൊക്കെ കൊടുക്കുകയാണ് മുത്തശ്ശി. പിന്നെ പറയുന്നുണ്ട്, അകത്തേക്ക് കയറി വാ രണ്ടുപേരും എന്ന് പറയുക. രണ്ടുപേരും എൻ്റെ കാല് തൊട്ട് വന്നിക്കെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വേദ കാലോട്ട് വന്നിക്കുക. അപ്പോൾ വിക്രം ആകെപ്പാടെ മടിച്ചിങ്ങനെ നിൽക്കുമ്പം വിക്രത്തിനോട് വേദ പറയാണ്, അതെ വിക്രമാദിത്യൻ ചേട്ടാ, മുത്തശ്ശിയുടെ കാല് തൊട്ട് വന്നിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ രണ്ടുപേരും കാല് തൊട്ട് വന്നിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പം വേദയെ വിളിച്ചിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, വാ രണ്ടുപേരും വാ, പൂജാമുറിയിലേക്ക് വാ, ഇവിടെ വിളക്കൊക്കെ ഒന്ന് തെളിയിക്കണം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി വേദയുടെ കയ്യിലേക്ക് വിളക്ക് തെളിയിക്കാൻ പറഞ്ഞ് കൊടുക്കുകയാണ്. അന്നേരം വിക്രം ഇങ്ങനെ നിൽക്കുകയാണ്. വിക്രത്തിനോട് പറയേ, എന്താണ് മൂശേട്ടാ ഇങ്ങനെ നിൽക്കുന്നത്, നീ ആ വിളക്ക് അണയാതെ പിടിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ടുപേരും ചേർന്ന് വേണം നിലവിളക്ക് കൊളുത്താൻ, അല്ലാതെ അവൾ തന്നെയല്ല, ഇവള് നിൻ്റെ ഭാര്യയല്ലേ, നീ താലി കെട്ടിയതിൻ്റെ ഭാര്യ. അപ്പോൾ രണ്ടുപേരും ചേർന്ന് ആ വിളക്ക് കൊളുത്താൻ പറയാണ്. അങ്ങനെ വിക്രവും വേദയും കൂടെ ചേർന്നിട്ട് ആ വിളക്ക് കൊളുത്താണ്. എന്നിട്ട് അവിടെ ഒരു പാത്രത്തിൽ അരിയൊക്കെ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ പറയിടുന്ന പോലെ ഇടാൻ പറയാണ്. രണ്ടുപേരും ചേർന്ന് വേണം ചെയ്യാമെന്ന് മുത്തശ്ശി പറയുക. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവും. വേദ പറയും, കൊള്ളാലോ പരിപാടി എന്നൊക്കെ വിക്രത്തിനോട് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതേസമയം സുധാരമാഷിന് ഇതൊന്നും കണ്ടിട്ട് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. സുധാരമാഷ അകത്തോട്ട് ദേഷ്യപ്പെട്ട് കയറിയൊക്കെ പോവാണ്. അപ്പോൾ മുത്തശ്ശി പറയാം, അവന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു, അവനല്ലേലും ഒരു മൊശലനാ, അവൻ്റെ മോനല്ലേ നീ, എന്നിട്ടും അവൻ കയറിപ്പോയത് കണ്ടോ. അത് കഴിയുമ്പോൾ രണ്ടുപേരെയും പിടിച്ചിരുത്തുകയാണ് കേട്ടോ. മുത്തശ്ശി പറയുക, വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വരികയല്ലേ, അപ്പോൾ പാലും പഴവും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്, അതും നമുക്ക് നടത്തണം എന്ന് പറഞ്ഞിട്ട് സുധാകര മാഷിനെ വിളിക്കുകയാണ് മുത്തശ്ശി. എന്നിട്ട് പറയുക, സുധാകര നീ ഈ പാലും പഴവും ഇവർക്ക് കൊടുത്തേ. അപ്പോൾ സുധാകരൻ മാഷ് പറയുക, പാലും പഴവും കൊടുക്കുന്നോ, അതൊക്കെ എന്തിനാ, വേറെ പണിയൊന്നുമില്ലേ? അതെന്താടാ വേറെ പണിയൊന്നുമില്ലേ എന്ന് നീ ചോദിക്കുന്നത്, ഇത് നിൻ്റെ മോൻ തന്നെയല്ലേ, നിൻ്റെ മകനല്ലേ എന്ന്. അപ്പോൾ സുധാകരൻ മാഷ് പറയാം, അതെ, അങ്ങനെയാണേ അവൻ വിവാഹം കഴിച്ച പെണ്ണാണ് ഇവള്, അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വേണ്ട ചടങ്ങുകളൊക്കെ നീ ചെയ്യണം, പാലും പഴവും കൊടുക്കണം എന്ന് മുത്തശ്ശി പറയാണ്. അപ്പോഴേക്കും സുധാകരൻ മാഷ് ദേഷ്യത്തിൽ വേദയ്ക്ക് കൊടുക്കുക. അപ്പോൾ പറയുന്നുണ്ട്, 3 പ്രാവശ്യം കൊടുക്കടാ എന്ന് പറയാണ്. അങ്ങനെ സുധാകരൻ മാഷ് 3 പ്രാവശ്യം പാലും പഴവും വേദയ്ക്കും വിക്രത്തിനും ഒക്കെ കൊടുക്കുകയാണ്. പിന്നെ ഓരോരുത്തരും വന്ന് പാലും പഴമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേദ ഭയങ്കര ഹാപ്പി ആകുവാണ് ഈ ചടങ്ങൊക്കെ നടക്കുമ്പോഴേ. വിക്രത്തിന് ആകെപ്പാടെ ഒരു ഇറിറ്റേഷൻ. പക്ഷെ മുത്തശ്ശിയെ കാണാൻ വേദയെ ആക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള അടിപൊളി സീനുകളാണേ. അതിനൊക്കെ ശേഷം വൈകുന്നേരം ആകുമ്പം
മുത്തശ്ശി പറയാണ്, ഇന്ന് ഇവരുടെ ശാന്തി മുഹൂർത്തമാണ് ദേ ഇവിടെ ഈ വീട്ടിൽ വെച്ചിട്ട് എന്ന് പറയാണ്. എന്നിട്ട് ഒരു പഴയ കട്ടിലാണ് കാണിക്കുന്നത്. ഇത് മുത്തശ്ശി പറയാ, ഇതിൽ നിൻ്റെ അച്ഛനും അമ്മയും ശാന്തി മുഹൂർത്തം ഈ കട്ടിലായിരുന്നു, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ശാന്തി മുഹൂർത്തം ഈ കട്ടിലായിരുന്നു, അതായത് വിക്രത്തിൻ്റെ മുത്തശ്ശൻ്റെയും എൻ്റെയും എന്നൊക്കെ വേദയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ കട്ടിലൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ ശാന്തി മുഹൂർത്തവും ഈ കട്ടിലിൽ തന്നെയാണ്, പരമ്പരാഗതമായിട്ടുള്ള ശാന്തി മുഹൂർത്തം നടത്തുന്ന കട്ടിലാണത്. ഈ ഒരുപാട് സന്താനങ്ങളുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിക്കോളാൻ വേദയോട് പറയുക കേട്ടോ. അപ്പോൾ വിക്രം പറയും, ഈ കട്ടിലിൽ 2 പേർക്ക് കിടക്കാൻ സ്ഥലമില്ല മുത്തശ്ശി എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, അതേടാ ചെറിയ കട്ടിലാടാ, എന്നാലല്ലേ 2 പേർക്ക് ഇടിച്ചിടിച്ച് കിടക്കാൻ പറ്റുള്ളൂ, മുട്ടി ഒരുമി കിടക്കണമെങ്കിൽ ചെറിയ കട്ടിൽ തന്നെ വേണമെന്ന് പറയാണ്. അപ്പം വേദ പറയാം, ശരിയാ മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറയുമ്പം സുധാരൻ മാഷ് പറയാണ്, എന്താ അമ്മ ഈ പറയുന്നത്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അമ്മ ഈ വൃത്തികേടൊക്കെ പറയുന്നത്, എന്ത് വൃത്തികേടാണ് ഞാൻ പറഞ്ഞത്, എന്താടാ വൃത്തികേട് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുക സുധാരൻ മാഷിനോട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുധാരൻ മാഷ് അങ്ങ് ദേഷ്യപ്പെട്ട് കയറി അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് കമലയെ വിളിക്കുന്നുണ്ട്, കമലേ നീ ഇങ്ങോട്ട് വന്നേ, എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്, എന്താ എന്താ എന്ന് ചോദിക്കുക കമല. അപ്പോൾ പറയുന്നുണ്ട്, ദേ വിക്രത്തിൻ്റെയും വേദയുടെയും ശാന്തി മുഹൂർത്തമൊക്കെ ആചരിക്കാൻ പോവാം അമ്മ എന്ന് പറയുമ്പം കമല പറയുക, നിങ്ങളുടെ അമ്മയല്ലേ, അതങ്ങനെയല്ലേ ചെയ്യുള്ളൂ, ഞാൻ പറഞ്ഞാൽ വല്ലതും കേൾക്കുമോ. അപ്പോൾ ഉടനെ തന്നെ സുധാരൻ മാഷ് പറയുന്നുണ്ട്, എന്താ ചെയ്യുക, അവർ ശരിക്കും വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ആ കുട്ടി നമ്മുടെ വീട്ടിൽ വന്ന് ഒരു അതിഥിയെപ്പോലെ നിൽക്കുന്നതല്ലേ, അന്നേരം ശാന്തി മുഹൂർത്തം നടത്തുക എന്ന് വെച്ചാൽ അവരെ ഒന്നിച്ചൊരു റൂമിൽ കിടത്തുക എന്ന് വെച്ചാൽ അതൊക്കെ എങ്ങനെയാണ്, നീ ചെന്ന് അമ്മയോട് സംസാരിക്കുക എന്ന് പറയുക. അപ്പം കമലമ്മ പറയും, ഞാനോ നിങ്ങളുടെ അമ്മയോട് സംസാരിച്ച് ജയിക്കാനോ, നിങ്ങൾ തന്നെ ചെന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അതിനുശേഷം വിക്രവും വേദയും കൂടെ റൂമിലേക്ക് കയറുകയാണ്. മണിയറയൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. വേദ കട്ടിലിൽ കയറി കിടന്നിട്ട് പറയുകയാണ്, എത്ര ദിവസം കൂടിയാണ് ഞാനൊന്ന് കട്ടിലിൽ കിടക്കുന്നത്, എന്തൊരു സന്തോഷമാണെന്നറിയാവോ. അപ്പോൾ വിക്രം പറയാം, എടി നീ കട്ടിലിൽ കിടക്കാനോ, ഞാനിപ്പോൾ എവിടെ കിടക്കും, നീയും എൻ്റെ കൂടെ ഈ കട്ടിലിൽ കിടക്കാൻ, നമുക്ക് 2 പേർക്കും കൂടെ മുട്ടി ഒരുമി മുത്തശ്ശി പറഞ്ഞ പോലെ ഈ കട്ടിലിൽ കിടന്ന് ശാന്തി മുഹൂർത്തം ആഘോഷിക്കാം. അപ്പോഴേക്കും വിക്രത്തിനങ്ങ് ദേഷ്യം വരുക, എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് കൈയൊങ്ങുക. എന്നിട്ട് പറയുക, അവളുടെ ഒരു ശാന്തി മുഹൂർത്തം നാശം പിടിക്കാൻ, നീ ഇറങ്ങി നിലത്ത് കിടക്ക്, ഞാൻ കട്ടിലിൽ കിടക്കട്ടെ. ഇല്ല, ഞാൻ ഈ കട്ടിലേ കിടക്കുള്ളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പറേ കിടക്കാം എന്ന് പറയണം. അപ്പം വിക്രത്തിന് ദേഷ്യം വരികയാണേ. വിക്രം പറയും, നാശം പിടിക്കാനായിട്ട് നീ കിടത്തില്ല, അപ്പം ഇല്ല ഞാനിപ്പോൾ മുത്തശ്ശിയെ വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞ് വേദ പറയാം, മുത്തശ്ശി എന്ന് കിടന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുക, എന്താ മോളെ, എന്താ അവിടെ, ദേ ഈ വിക്രമാദിത്യൻ ചേട്ടൻ എന്നോട് താഴെ കിടക്കാൻ പറയുന്നു, എന്താടാ നീ പറയുന്നത്, 2 പേരും കൂടെ കട്ടിലിൽ കിടന്നേ, ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാണ് കേട്ടോ മുത്തശ്ശി. അങ്ങനെ വിക്രവും വേദയും കൂടെ കട്ടിലിൽ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പം വിക്രം പറയുന്നുണ്ട്, താഴെ ഇറങ്ങി കിടക്കടി, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, നീ സൂക്ഷിച്ചോണം എന്ന് പറയുമ്പം വേദ പറയാം, ശരി ഞാൻ സമ്മതിച്ചു, ഈ പായും ഈ ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് ഞാൻ എന്നും പോലെ താഴെ തന്നെ കിടന്നോളാം, താഴെ കിടക്കുമ്പോൾ എന്നെ ഉപദ്രവിക്കാൻ വന്നേക്കരുത് കേട്ടോ, പോടി നിന്നെ ഉപദ്രവിക്കാൻ വരുന്നു, നിൻ്റെ കൂടെ ഈ റൂമിൽ കിടക്കുന്ന എന്നെ സമ്മതിക്കണമല്ലോ, എന്തൊരു നാശമാണോ ഇത്, എന്തൊരു തലവിധിയാണോ, ഈ മുത്തശ്ശിക്ക് ഒരു പണിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഓരോ ആചാരങ്ങൾ. അപ്പോൾ വേദ പറയാം, കൊള്ളാം, ഞാനിത് നാളെ മുത്തശ്ശിയോട് പറഞ്ഞോളാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.